വ്യാഴാഴ്ച രാത്രി 8:30യോടെയാണ് കോട്ടയം പള്ളിക്കത്തോട് നാടിനെ നടുക്കിയ സംഭവം. ഇളമ്പല്ലിയിൽ കയ്യൂരി പുല്ലാങ്കത്തകടിയിൽ സിന്ധു എന്ന 46-കാരിയാണ് 26-കാരനായ മകൻ അരവിന്ദിന്റെ വെട്ടേറ്റ് മരിച്ചത്. വാക്കത്തിക്കൊണ്ട് പ്രതി കഴുത്തിന് വെട്ടുകയായിരുന്നു. കുടുംബവഴക്കിനെ തുടർന്നാണ് കൊലപാതകം. ലഹരിക്കടിമായ പ്രതി വീട്ടിൽ നിരന്തരം വാക്കേറ്റത്തിൽ ഏർപ്പെട്ടിരുന്നതായി നാട്ടുകാർ പറയുന്നു. കൊലപാതക വിവരം പ്രതി ആദ്യം അറിയിച്ചത് അയൽവാസിയെയാണ്. താൻ അമ്മയെ കൊന്നുവെന്നും പോലീസിനെ വിവരമറിയിക്കണമെന്നും പ്രതി പറഞ്ഞുവെന്ന് അനൂപ് പറയുന്നു. മുറ്റത്ത് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ പോലീസുകാരെ വിളിക്കണം, പള്ളിക്കൽ സ്റ്റേഷനോട് വിളിക്കണം. ഞാൻ എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ അവരെ കൊന്നെന്ന് പറഞ്ഞു. ഞാൻ ആരെയാ കൊന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇതുപോലെ എൻ്റെ തള്ളയാണ് പറഞ്ഞു. അന്നേരത്തേന് ഇവര് വീട്ടുകാരെല്ലാം കൂടെ കൂടി പെട്ടെന്ന് കഥ അടച്ചു. എൻ്റെ കൈ വാക്കത്തി ഉണ്ടായിരുന്നു, ബ്ലഡ് ഷർട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ പെട്ടെന്ന് കഥ അടച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പെട്ടെന്ന് ഞാനൊരു മെമ്പറെ വിളിച്ചു പറഞ്ഞു, നമ്മളെ പോലീസ് സ്റ്റേഷനോട് പറയാം, സാറേ ഇന്നപോലെ സംഭവം, അത് ചേട്ടാ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. ശരിയാണെന്ന് അറിയത്തില്ല, പക്ഷേ ഇവൻ്റെ കയ്യിൽ ബ്ലഡൊക്കെ ഉണ്ട്, കയ്യിൽ വാക്കത്തി ഉണ്ടോ. വിവരമറിഞ്ഞ് നാട്ടുകാർ എത്തിയപ്പോൾ കൊലയ്ക്ക് ഉപയോഗിച്ച വാക്കത്തിയുമായി പ്രതി അമ്മയുടെ മൃതദേഹത്തിന് സമീപം ഇരിക്കുന്നതാണ് കണ്ടത്. 10ാം ക്ലാസ് മുതൽക്കേ പ്രതി ലഹരി ഉപയോഗിച്ചു തുടങ്ങിയെന്നും വീട്ടിൽ വഴക്ക് പതിവായിരുന്നുവെന്നും കൊല്ലപ്പെട്ട സിന്ധുവിന്റെ മൂത്ത സഹോദരി ബിന്ദു പറഞ്ഞു. ഞാൻ പറഞ്ഞ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തൊട്ട് ഇവന് ഇതിൽ നിന്നോട്ട് ആയിപ്പോയി. പിന്നെ ഇവനെ ഇത് മൊത്തത്തിലെടുത്ത് കച്ചവടം ചെയ്യുന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഈ വണ്ടിയൊക്കെ ട്രെൻഡിനെടുത്ത് ഇവൻ പോയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ എന്താണെന്നൊന്നും അറിയത്തില്ല. അവിടെ നിന്നെല്ലാം ഇവളാണ് പൈസ കൊടുത്തെല്ലാം രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. അത് പോണക്ക് കാര്യമായിരുന്നു. ഇവനെ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു, നല്ലതായിട്ട് പഠിച്ച നല്ല മാർക്കൊക്കെ SLC പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്കോട് കൂടി ജയിച്ചതൊക്കെയാണ്. ഇന്നലെ ഇങ്ങനെ സാധാരണ ഇന്നലെ രാവിലെ ഞാനും ഉൾപ്പെടെയാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയതും വിനീച്ചാരുടെ കിട്ടിയതും. വന്നു കഴിഞ്ഞിട്ട് ഇവളോട് ഞാൻ ചോദിച്ചു, എന്നാ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലടി, അവൻ അവിടെ ഇരിപ്പുണ്ട്, ഞാനിവിടെ കറി വെക്കുവാന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞ് ഞങ്ങൾ ഫോൺ വെച്ചതാ. ഇതിനോടൊക്കെ പോയിട്ട് എന്തോ സംഭവിച്ചെന്നുള്ളത് അറിയില്ല. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കാഞ്ഞിരപ്പള്ളി DYSP സാജു വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മുൻപ് JCB ഡ്രൈവറായിരുന്ന ഇയാൾ കഞ്ചാവ് അടിമയായതോടെ ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സയിലിരിക്കെയാണ് മാതാവിനെ കൊലപ്പെടുത്തിയത്. സംഭവ സമയം അമ്മയും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സീ മലയാളം ന്യൂസ്, കോട്ടയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.